Hi everyone, ഈ വർഷം JEE മെയിൻസ് എഴുതാൻ പോകുന്ന നിങ്ങൾക്ക് NTA ഭാഗത്ത് നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ട്. നമുക്കറിയാം 2019 തൊട്ട് JEE മെയിൻസ് കണ്ടക്ട് ചെയ്യുന്നത് NTA ആണ്. നമുക്ക് എക്സാം JEE മെയിൻസ് എക്സാം എടുത്തു നോക്കുകയാണെങ്കിൽ 3 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. ഇതിൽ എല്ലാ സബ്ജക്റ്റിലും നമുക്ക് 30 ക്വസ്റ്റ്യൻസ് വെച്ച് ലാസ്റ്റ് ഇയർ ഒക്കെ കാണാൻ സാധിച്ചിരുന്നു അല്ലേ. അതായത് സെക്ഷൻ എയും സെക്ഷൻ ബിയും ആയിട്ട് ടോട്ടൽ നമുക്ക് 30 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സെക്ഷൻ എയിൽ നമുക്ക് 20 മാൻഡേറ്ററി MCQ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ സെക്ഷൻ ബിയിൽ നമുക്ക് 10 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ 10 ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 5 എണ്ണം സെലക്ട് ചെയ്ത് എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അല്ലേ. അതായത് നിങ്ങൾക്ക് സെക്ഷൻ ബിയിൽ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരുന്നു. ഈ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് NTA സ്റ്റാർട്ട് ചെയ്തത് 2021 തൊട്ടാണ്. അതായത് കോവിഡിന്റെ ഒക്കെ ടൈമിലായിരുന്നു NTA ഈ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസിന്റെ സിസ്റ്റം കൊണ്ടുവന്നത്. എന്നാൽ ഇനിയുള്ള വർഷം, അതായത് ഈ 2025 തൊട്ട് നമുക്ക് സെക്ഷൻ ബിയിൽ നമുക്ക് ഇനി മുതൽ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റില്ല. അതായത് ഈ വരുന്ന JEE എക്സാം തൊട്ട് നമുക്ക് ഓരോ സബ്ജക്റ്റിലും സെക്ഷൻ എയിൽ 20 MCQ ക്വസ്റ്റ്യനും സെക്ഷൻ ബിയിൽ 5 ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും ഉണ്ടാവും. ഇതെല്ലാം തന്നെ എന്താണ് നമ്മൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യുകയും വേണം. ഇനി അധികം വൈകാണ്ട് തന്നെ NTA ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷൻ ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ഒരു 90 ഡേയ്സ് ഒക്കെ പഠിക്കാൻ ബാക്കിയുള്ളൂ. പിന്നെ കുറച്ചെങ്കിലും സമയം നമ്മൾ റിവിഷനൊക്കെ സ്പെൻഡ് ചെയ്യണം. അപ്പം ഇനിയുള്ള ഈ ടൈം നിങ്ങൾ ഡെയിലി നല്ല രീതിക്ക് തന്നെ പഠിച്ചു പോവുക. നിങ്ങളൊരു കാര്യം പ്രത്യേകം ഓർക്കണം, നിങ്ങൾക്ക് ഇനി മുതൽ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ഡ്രീമിന് വേണ്ടി പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജിൽ ഇഷ്ടമുള്ള കോഴ്സ് തന്നെ ലഭിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.